നമസ്കാരം. പ്രവാസി മലയാളി പ്ലസിലേക്ക് പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം. പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ വിമാനത്താവള അധികൃതരൊക്കെ തന്നെ നൽകുന്ന വാർത്തകൾ വരുന്നുണ്ട്. നമുക്ക് വാർത്തകളിലേക്ക് കടക്കാം. ഒരു ദിവസം അപകടമില്ലാതെ വണ്ടി ഓടിക്കാമോ? ഓടിച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസിലെ 4 ബ്ലാക്ക് പോയിന്റ് കുറച്ചു തരും. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി രാജ്യത്തെ റോഡുകൾ അപകടരഹിതമാക്കുന്നതിന് ഈ മാസം 25-ാം തീയതി വാഹന അപകടരഹിത ദിവസമായി ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചു. അന്ന് അപകടമൊന്നും ഉണ്ടാക്കാതെ വാഹനം ഓടിക്കുന്നവർക്ക് ലൈസൻസിൽ നിലവിലുള്ള ബ്ലാക്ക് പോയിന്റുകളിൽ 4 എണ്ണം കുറച്ചു തരും. രാജ്യത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളുടെയും സഹകരണത്തോടെയാണ് അപകടരഹിത ദിനാചരണം നടത്തുന്നത്. 2 മാസത്തെ അവധിക്ക് ശേഷം ഈ മാസം 25-ാം തീയതി കുട്ടികൾ സ്കൂളിലേക്ക് തിരികെ എത്തുകയാണ്. രാജ്യത്തെ റോഡുകളിൽ നിലവിൽ തിരക്ക് കുറവാണ്. കുട്ടികൾ എത്തുന്നതോടെ തിരക്ക് ഇരട്ടിയാകും. അപകട സാധ്യത വർദ്ധിക്കും. സ്കൂൾ തുറന്നു എന്ന ബോധ്യം ഡ്രൈവർമാരിൽ വരുത്താനും കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന സന്ദേശം നൽകാനും ലക്ഷ്യമിട്ടാണ് അപകടരഹിത ദിനം ആചരിക്കുന്നത്. ട്രാഫിക് നിയമം ലംഘിക്കാതെ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് പ്രോത്സാഹനം നൽകുന്നതിന്റെ ഭാഗമായാണ് ലൈസൻസിൽ ബ്ലാക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ 4 എണ്ണം കുറയ്ക്കുമെന്ന പ്രഖ്യാപനം വന്നിട്ടുള്ളത്. ബ്ലാക്ക് പോയിന്റ് കുറച്ചു കിട്ടേണ്ടവർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. 25-ാം തീയതി റോഡിൽ സുരക്ഷിതമായി വാഹനം ഓടിക്കാമെന്നും അപകടമുണ്ടാക്കില്ല എന്നും ട്രാഫിക് നിയമം കൃത്യമായി പാലിക്കുമെന്നും പ്രതിജ്ഞയാണ് വെബ്സൈറ്റിൽ നൽകേണ്ടത്. അന്ന് അപകടം ഉണ്ടാക്കാതിരുന്നാൽ സെപ്റ്റംബർ 15-ന് ബ്ലാക്ക് പോയിന്റ് കുറയും. ഇതിനായി ഓഫീസുകളിൽ പോകേണ്ടതില്ല. കുട്ടികൾ സ്കൂളുകളിൽ എത്തുന്ന ദിവസം റോഡുകൾ കൂടുതൽ സുരക്ഷിതമാക്കുക മാത്രമല്ല, ഗതാഗത നിയമ ലംഘനത്തെക്കുറിച്ച് കൂടുതൽ ജാഗ്രതയുണ്ടാക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് ഫെഡറൽ ട്രാഫിക് കൗൺസിൽ ചെയർമാൻ ബ്രിഗേഡിയർ ഹുസൈൻ അഹമ്മദ് അൽ ഹിറിത്തി പറഞ്ഞു. വാഹനങ്ങളിൽ സീറ്റ് ബെൽറ്റ് നിർബന്ധമാണ്. റോഡുകളിലെ സ്പീഡ് ലിമിറ്റ് പാലിക്കണം. മുന്നിലെ വാഹനങ്ങളുമായി സുരക്ഷിത അകലം ഉറപ്പാക്കണം. മൊബൈൽ ഫോൺ ഉൾപ്പെടെ വാഹനം ഓടിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്കും ശ്രദ്ധ മാറാൻ പാടില്ല. എമർജൻസി വാഹനങ്ങൾക്കും ഔദ്യോഗിക വാഹന വ്യൂഹത്തിനും വഴിയൊരുക്കുകയും വേണം. ഇതാണ് നിബന്ധന. സത്യത്തിൽ ഇങ്ങനെ ഒരു നോ ആക്സിഡന്റ് ഡേ എന്ന് പറയുന്ന ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും എല്ലാ ഇടങ്ങളിലും വേണമെന്നാണ് പറയാനുള്ളത്. കാരണം അറിഞ്ഞോ അറിയാതെയോ ഇന്ന് നമ്മളിപ്പോൾ മലയാളികൾ പറയുകയാണെങ്കിൽ പ്രവാസികൾക്ക് അറിയാം, തിരുവനന്തപുരത്ത് സെക്രട്ടറിയെ കുറിച്ച് അറിയാത്തവരാരുമില്ല. സെക്രട്ടറിയേറ്റിന് മുന്നിൽ സ്വന്തം ഭർത്താവിന് മുന്നിൽ ഒരു യുവതി വീട്ടമ്മ അവർ സഞ്ചരിച്ചു വന്ന അതേ KSRTC ബസ് കയറി ഇറങ്ങി മരിക്കുന്ന അതിദാരുണമായ സംഭവ വികാസങ്ങൾ നടന്നിരിക്കുന്നു. അങ്ങനെ ആക്സിഡന്റ് ഓരോ ദിവസവും എത്ര അപകടങ്ങളാണ് ഉണ്ടാകുന്നത്. അവിടെ പ്രവാസ ലോകത്ത് അപകടത്തിൽപ്പെട്ട എത്രയോ പ്രവാസികളുടെ മരണം ഉണ്ടാകുന്നു. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ടുവരുന്നത് എന്തുകൊണ്ടും നല്ല തീരുമാനങ്ങൾ തന്നെയാണ്. മറ്റൊരു വാർത്ത, റോഡിൽ വാഹനങ്ങളുടെ ഒഴുക്ക് വിലയിരുത്താൻ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ അവതരിപ്പിച്ച RTA. ദുബായിലെ റോഡുകളിൽ നിലവിലെ വാഹനങ്ങളുടെ ഒഴുക്കും മുൻ വർഷങ്ങളിലേതും താരതമ്യം ചെയ്യാനും ട്രാഫിക് നിയന്ത്രണങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുവാനും കഴിയുന്നതാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഡേറ്റ ഡ്രൈവ് ക്ലിയർ ഗൈഡ് എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. റോഡിന്റെ നിലവിലെ അവസ്ഥ, വാഹനങ്ങളുടെ ശരാശരി വേഗം, നിലവിലെ ഗതാഗത ശൈലി, ഗതാഗതം സുഗമമാക്കുന്ന സമയം, കുരുക്കിലാകുന്ന സമയം, സ്ഥിരം കുപ്പിക്കഴുത്തുകൾ തുടങ്ങിയവ ഒറ്റ നോട്ടത്തിൽ വിലയിരുത്താൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ കഴിയും. നഗരത്തിൽ വലിയ പരിപാടികൾ നടക്കുമ്പോഴും റോഡിലെ നിർമ്മാണം, അപകടം എന്നീ സാഹചര്യങ്ങളിലും വഴിതിരിച്ചുവിടേണ്ട സമയത്ത് അതിവേഗം തീരുമാനം എടുക്കാൻ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സഹായിക്കും. റോഡിനെ തത്സമയം നിരീക്ഷിക്കുന്നതിനാൽ ട്രാഫിക്കിന്റെ അവസ്ഥ മനസ്സിലാക്കി അപ്പോൾ തീരുമാനങ്ങൾ എടുക്കാൻ RTAക്ക് സാധിക്കും. റോഡിൽ എന്തു മാറ്റം വരുത്തിയാലും അത് ഗതാഗതത്തിനുണ്ടാകുന്ന ഗുണങ്ങൾ ഇതിലൂടെ അറിയാനും കഴിയും. റോഡ് പ്രവർത്തിക്ക് മുൻപും ശേഷവും എങ്ങനെയാണ് ഗതാഗതം എന്നത് ഉടൻ മനസ്സിലാക്കാം. നേരത്തെ ഇത്തരം വിവരങ്ങൾ ഒരു ടീം നേരിട്ട് പോയി ശേഖരിക്കേണ്ടിയിരുന്നു. കൺസൾട്ടന്റുമാരെയും ഫീൽഡ് സ്റ്റാഫുകളെയും നിയോഗിച്ച് ആഴ്ചകൾ എടുത്ത് ശേഖരിച്ചിരുന്ന വിവരങ്ങളാണ് ഇപ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ ലഭിക്കുന്നത്. 5 വർഷത്തെ ട്രാഫിക് വിവരങ്ങൾ ഡിജിറ്റലായി സൂക്ഷിച്ചിട്ടുമുണ്ട്. ചില പ്രത്യേക ദിവസങ്ങളിൽ, ആഴ്ചകളിൽ റോഡിലെ ഗതാഗതം എങ്ങനെയായിരിക്കും എന്നതടക്കമുള്ള വിവരങ്ങളും ഒരു ക്ലിക്കിൽ ലഭ്യമാകും. അതും റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചുവടുവയ്പ്പാണ്. അടുത്തത്, അയർലൻഡിൽ നിന്നും നാട്ടിലേക്ക് അവധിക്കാലം ചെലവഴിക്കാനെത്തിയ മലയാളി കുടുംബത്തിന്റെ വിലപിടിപ്പുള്ള സാധനങ്ങൾ വിമാനാധികൃതർ നഷ്ടപ്പെടുത്തിയതായി പരാതി. ഇൻഡിഗോ വിമാനത്തിലെ യാത്രക്കാരായ അയർലൻഡിലെ വാട്ടർഫോർഡിൽ താമസിക്കുന്ന കൊല്ലം കുളക്കട ചെറുവള്ളൂർ ഹൌസിൽ ബിജോയ് കുളക്കട, ഭാര്യ ഷീന മാത്യൂസ്, മകൻ ഡെറിക് ബിജോ കോശി എന്നിവരുടെ സാധനങ്ങളാണ് നഷ്ടമായത്. ബിജോയിയും ഭാര്യയും അയർലൻഡിലെ ആരോഗ്യ മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. ഹാൻഡ് ബാഗേജിൽ നിരോധനമുള്ള വസ്തുക്കൾ അറിഞ്ഞില്ലെങ്കിൽ കുടുങ്ങും. ജാഗ്രത വേണമെന്ന് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് വിമാനത്താവളങ്ങൾ. ജൂലൈ 23-നാണ് ബിജോയ് കുടുംബവുമായി ഡബ്ലിനിൽ നിന്നും നാട്ടിലേക്ക് യാത്ര തിരിച്ചത്. മുംബൈ വഴിയുള്ള കൊച്ചി ഇൻഡിഗോ എയർലൈൻസിലായിരുന്നു യാത്ര. ഡബ്ലിനിൽ നിന്നും 4 ബാഗേജുകളുമായി പുറപ്പെട്ട കുടുംബത്തിന് മുംബൈയിൽ യാത്ര അവസാനിച്ചപ്പോൾ തിരികെ ലഭിച്ചത് 3 ബാഗേജുകൾ മാത്രം. 28 കിലോയുടെ 4ാമത്തെ ബാഗേജ് തിരികെ ലഭിച്ചില്ല. രേഖകളടക്കം നിരത്തി വിമാനാധികൃതർക്ക് ബിജോയ് പരാതി നൽകി. ഒടുവിൽ ഓഗസ്റ്റ് 2-ന്
ഇൻഡിഗോ പ്രതിനിധികൾ നഷ്ടമായ ബാഗേജ് നേരിട്ട് എത്തിച്ചു. എന്നാൽ 28 കിലോ തൂക്കമുണ്ടായിരുന്ന പെട്ടിയിൽ അവശേഷിച്ചത് 15 കിലോ മാത്രം. ബാഗിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള പലതും നഷ്ടമായി. ഡബ്ലിനിൽ നിന്നും പുറപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന തൂക്കം നാട്ടിലെത്തിയപ്പോൾ 15 കിലോയായി കുറഞ്ഞതിൽ കൃത്യമായ മറുപടി ഇൻഡിഗോ അധികൃതർ നൽകിയില്ല. അന്വേഷണം നടക്കുകയാണ് എന്നാണ് വിമാന കമ്പനി അധികൃതരുടെ മറുപടി. സംഭവം ചൂണ്ടിക്കാട്ടി കേരള പോലീസിനും ബിജോയ് പരാതി നൽകി കഴിഞ്ഞിരുന്നു. കൊല്ലം ജില്ലയിലെ പുത്തൂർ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. 2020 അയർലൻഡിൽ എത്തിയ ശേഷം ഒട്ടേറെ തവണ കേരളത്തിലേക്ക് വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തരമൊരു അനുഭവം ആദ്യമായിട്ടാണെന്നാണ് ബിജോയ് കുളക്കട പറയുന്നത്. ഏകദേശം 2 ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് നഷ്ടമായിട്ടുള്ളത്. ഓഗസ്റ്റ് 19 തിരികെ അയർലൻഡിലേക്ക് പോകുവാൻ ടിക്കറ്റ് എടുത്തിട്ടുമുണ്ട്. അതിനു മുമ്പ് നഷ്ടമായ സാധനങ്ങൾ തിരികെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും നാട്ടിലേക്ക് പോരുമ്പോൾ തന്നെ തിരികെ പോകാനുള്ള ടിക്കറ്റും എടുത്തിട്ടുള്ളതിനാൽ ഇൻഡിഗോ വിമാനത്തിൽ തന്നെ ആയിരിക്കും യാത്രയെന്നും ബിജോയ് പറയുന്നു. ഇനി നമ്മൾ സുരക്ഷിതമായി തന്നെ പോകണമെങ്കിൽ പെട്ടിയിൽ എന്തൊക്കെ ആയിരിക്കണമെന്ന് എപ്പോഴും ഈ വിമാന അധികൃതർ പറയാറുണ്ട്. അങ്ങനെ വിമാന അധികൃതർ പറയുമ്പോഴൊക്കെ തന്നെ നമ്മൾ പലപ്പോഴും പെട്ടിയിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നൊക്കെ ഒരു വലിയ സംശയമൊക്കെ ഉണ്ട്. എന്നാൽ വീണ്ടും വീണ്ടും ഇവരിപ്പോൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ യാത്ര ചെല്ലുമ്പോൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പോകുമ്പോൾ പെട്ടിക്കകത്ത് കരുതേണ്ട വസ്തുക്കൾ എന്തൊക്കെയാണ് എന്ന് പറയുകയാണ്. പവർ ബാങ്കുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിന് പിന്നാലെ തന്നെ വിമാനത്തിൽ കൊണ്ടുപോകാവുന്ന വസ്തുക്കളുടെ പട്ടിക വീണ്ടും ഓർമ്മിപ്പിച്ച വിമാനത്താവള അധികൃതർ. ദുബായിൽ നിന്ന് യാത്ര ചെയ്യുന്നവർക്ക് ഹാൻഡ് ബാഗേജ് നിരോധനമുള്ള വസ്തുക്കൾ ഏതൊക്കെ നോക്കാം. ചുറ്റിക, ആണി, സ്ക്രൂ ഡ്രൈവർ, മുനയുള്ള വസ്തുക്കൾ, 6 സെന്റിമീറ്ററിലധികം നീളമുള്ള ബ്ലേഡുകളോട് കൂടിയ കത്രിക, വാൾ, കൈവിലങ്ങ്, തോക്ക്, വോക്കി ടോക്കി, ലേസർ ഗൺ, അതുപോലെ തന്നെ ലൈറ്റർ, ബാറ്റ്, മാർഷൽ ആർട്ടിസ്റ്റിലെ ആയുധങ്ങൾ, പാക്കിംഗ് ടേപ്പ് എന്നിവ. നിയന്ത്രണമുള്ള വസ്തുക്കൾ. ദ്രാവകങ്ങൾ പരമാവധി 100 മില്ലി ലിറ്ററിൽ അനുവദിച്ചിരിക്കുകയാണ്. 10 കണ്ടെയ്നർ വരെ ബാഗിൽ കരുതാം. എല്ലാം കൂടി 1 ലിറ്ററിൽ അധികമാകരുത്. മരുന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ കുറിപ്പടിയും വേണം. ശരീരത്തിൽ ഇരുമ്പിന്റെ ഉപകരണം ഉണ്ടെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഷാർജയിൽ നോക്കുകയാണെങ്കിൽ വിമാനത്താവളത്തിൽ നിരോധനമുള്ള വസ്തുക്കൾ, ബാറ്റുകൾ, ലൈറ്ററുകൾ, അപകടകരമായ രാസവസ്തുക്കൾ, തോക്ക്, കത്തികൾ, റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ, പടക്കങ്ങൾ, കൂർത്ത അഗ്രത്തോടു കൂടിയ വസ്തുക്കൾ, വാൾ, കത്രിക, ലേസർ ടൺ തുടങ്ങിയവയൊക്കെയാണ്. നിയന്ത്രണമുള്ളവ. വെള്ളം 100 മില്ലി ലിറ്റർ. പെർഫ്യൂമുകളും ഇത് ബാധകമാണ്. ഭക്ഷണവും മരുന്നും 2ആയി പാക്ക് ചെയ്യണം. മരുന്നിന് കുറിപ്പടി വേണമെന്ന് നിർബന്ധമുണ്ട്. ഇപ്പോൾ ഇന്ത്യക്കകത്ത് ഇപ്പോൾ യാത്ര ചെയ്താലും അങ്ങനെ നിബന്ധനകളൊക്കെ നിരവധി ഉണ്ട് എന്നുള്ളതാണ്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തുന്നതൊക്കെ സർവ്വസാധാരണമാണ്. എന്നാൽ കുടുംബവും നാട്ടുകാരും ഒരുപോലെ സ്നേഹിക്കുന്ന, ഒരുപോലെ ബഹുമാനിക്കുന്ന ഒരാൾ നാട്ടിലെത്തുമ്പോൾ എങ്ങനെ സ്വീകരണം നൽകും? അതിലൊരു സർപ്രൈസ് കണ്ടെത്തിയിരിക്കുകയാണ് മാറാക്കരയിലെ മരുതൻചിറയിലെ നാട്ടുകാർ. 51 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച കഴിഞ്ഞ ദിവസമാണ് ഗഫൂർ തയ്യിൽ നാട്ടിലെത്തിയത്. എയർപോർട്ടിൽ സ്വീകരിക്കാനായി ബന്ധുക്കളെ കാണുമെന്ന പ്രതീക്ഷയിലായിരുന്നു അദ്ദേഹം മലയാള മണ്ണിൽ കാലുകുത്തിയത്. എന്നാൽ ഒരു KSRTC നിറച്ച നാട്ടുകാരും ബന്ധുക്കളും കൂടി തന്നെ കാണാൻ വരുമെന്ന് ഒരിക്കലും അദ്ദേഹം കരുതിയില്ല. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയ മുഖവുമായാണ് എയർപോർട്ടിൽ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങിയത്. 65-കാരനായ ഇദ്ദേഹത്തിന് മരുതൻചിറയിലെ KKB പൗരസമിതിയും YSSSCയും ചേർന്നാണ് സ്വീകരണം നൽകിയത്. എയർപോർട്ടിന് പുറത്ത് ഫ്ലെക്സ് ബോർഡുമായി നാട്ടുകാരും കാത്തിരുന്നു. പിന്നാലെ ഗഫൂർക്ക എത്തി. ഒപ്പം അനൗൺസ്മെന്റ് ഉയർന്നു. ചങ്ക് ഗഫൂർക്ക എത്തി മക്കളെ, നിങ്ങളൊക്കെ അടിച്ചു പൊളിക്കുകയാണല്ലേ എന്ന് ഗഫൂർക്കാരന്റെ കമന്റും. സംഭവം കളറായി. പൊന്നാനി KSRTC ഡിപ്പോയിൽ നിന്നാണ് നാട്ടുകാർ ബസ് വാടകയ്ക്ക് എടുത്തത്. ബസ്സിൽ അനൗൺസ്മെന്റ് പാട്ടുമായി ഗംഭീര യാത്ര തന്നെ. നാട്ടുകാർ ഇത്രയ്ക്ക് മനോഹരമായ വരവേൽക്കാൻ കാരണവുമുണ്ട്. കയ്യിൽ ഖാദർ, ഹാജി, ബിരിയുമ്മ ദമ്പതികളുടെ 5 മക്കളിൽ മൂത്തയാളാണ് ഗഫൂർ. 13-ാം വയസ്സിൽ പ്രവാസ ജീവിതം ആരംഭിച്ചു. ഇതിൽ നാട്ടിൽ നിന്നും ഒരുപാട് പേരെ പ്രവാസത്തിലേക്ക് കൈപിടിച്ചുയർത്തി. പലരുടെയും ജീവിതം തന്നെ രക്ഷപ്പെട്ടത് ഗഫൂർ ഖാന്റെ കൈകൾ കൊണ്ടാണ്. അതിന്റെയൊക്കെ കടപ്പാടുണ്ട് ഈ നാട്ടുകാർക്ക്. ഇങ്ങനെ ഒരാൾ നാട്ടിലെത്തുമ്പോൾ സ്വീകരണം നൽകാതിരിക്കുന്നത് എങ്ങനെ എന്നാണ് നാട്ടുകാർക്കുള്ള ചോദ്യം. ആദ്യം അജ്മാൻ സൂപ്പർ മാർക്കറ്റിലും പിന്നീട് ഹോട്ടൽ മേഖലയിലും ജോലി നോക്കി. പ്രവാസം അവസാനിപ്പിച്ചു മടങ്ങുമ്പോൾ ജുമൈറ ഗ്രൂപ്പിൽ PR മാനേജറായി 28 വർഷം പൂർത്തിയാക്കിയിരുന്നു. KSRTCയിൽ നാട്ടിലെത്തിച്ചതിനു ശേഷം മരുതൻചിറയിൽ സ്വീകരണ യോഗം നടത്തി. ഭാര്യയും 3 മക്കളും അടങ്ങുന്ന കുടുംബത്തോടൊപ്പവും തന്റെ സ്നേഹസമ്പന്നരായ നാട്ടുകാർക്കൊപ്പവും ഇനിയെന്നും ഗഫൂർക്ക ഉണ്ടാകും. സത്യത്തിൽ പ്രവാസികൾക്ക് നാട്ടിലെ ജനങ്ങൾ നൽകുന്ന വിലയും അതുപോലെ തന്നെ ബഹുമാനവും മര്യാദയും ഒക്കെ തന്നെ എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. കാരണം അതിൽ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. കാരണം സാധാരണഗതിയിൽ എല്ലാവരും രക്ഷപ്പെട്ടാൽ സ്വയം രക്ഷപ്പെടുമെന്ന് മാത്രമേ ഉള്ളൂ. നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ തന്നെ കൈപിടിച്ചുയർത്താൻ കാണിക്കുന്ന അദ്ദേഹത്തിന്റെ മനസ്സ് അത് തന്നെയാണ്. ശരിക്കും ആ മനസ്സ് കാണാതെ പോയില്ലല്ലോ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ മനസ്സ് കാണുകയും അദ്ദേഹത്തെ സ്വീകരിക്കാൻ കാണിച്ച ആ വലിയ മനസ്സ്, നാട്ടുകാരുടെ വലിയ മനസ്സിലാണ് വലിയൊരു കയ്യടി നമ്മൾ തരുന്നത്. എന്തായാലും പ്രവാസ ജീവിതം ഒക്കെ തന്നെ അവസാനിപ്പിച്ച് ഇനി വളരെ സന്തോഷത്തോടെ അദ്ദേഹം നാട്ടിൽ
ദൈവങ്ങളിൽ എല്ലാവരോടൊപ്പം ജീവിക്കട്ടെ എന്നുള്ളതാണ്. ഇനി പ്രവാസി റെസിഡൻസ് കാർഡുകളുടെയും ഒമാനി പേഴ്സണൽ ഐഡന്റിറ്റി കാർഡുകളുടെയും സാധുതയിലും ഫീസ് ഘടനയിലും സുപ്രധാന മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് റോയൽ ഒമാൻ പോലീസ്. ഒമാൻ നിവാസികൾക്ക് ഇത് കൂടുതൽ വഴക്കം നൽകാനും പുതുക്കൽ നടപടിക്രമങ്ങൾ ലളിതമാക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് പുതിയ പരിഷ്കാരം. ഇനി അത്തരമൊരു മാറ്റം വരുമ്പോൾ പ്രധാനമായും നമ്മൾ നോക്കുന്നത് പോലീസ് കസ്റ്റംസ് ഇൻസ്പെക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ ഹസൻ ബിൻ മൊസീൻ അൽ ഷരീഫ് പുറപ്പെടുവിച്ച തീരുമാനം നമ്പർ 78/2025 പ്രകാരം പ്രവാസി താമസക്കാർക്ക് ഇപ്പോൾ അവരുടെ റെസിഡൻസ് കാർഡുകൾക്കായി 3 സാധുതാ ഓപ്ഷനുകളിൽ നിന്ന് തിരഞ്ഞെടുക്കാം. 1 വർഷം, 2 വർഷം, 3 വർഷം എന്നിങ്ങനെയാണ് റെസിഡൻസ് കാർഡുകളുടെ കാലാവധി. ഇത് യഥാക്രമം 5 റിയാൽ, 10 റിയാൽ, 15 റിയാൽ എന്നിങ്ങനെയാണ് നിരക്ക്. നഷ്ടപ്പെട്ടതോ കേടായതോ ആയ കാർഡുകൾ മാറ്റി സ്ഥാപിക്കുന്നതിന് 20 റിയാലാണ് ഫീസായി ഈടാക്കുക. ഒമാനി പൗരന്മാർക്കുള്ള വ്യക്തിഗത തിരിച്ചറിയൽ കാർഡുകളുടെ മുൻ കാലാവധി നിന്നുള്ള സാധുത 10 വർഷത്തേക്ക് കൂടി നീട്ടാനും ഈ തീരുമാനം അനുവദിക്കും. ഇത് ഒമാനി പാസ്പോർട്ടിന്റെ കാലാവധിയുമായി പൊരുത്തപ്പെടുന്നു എന്നുള്ളതാണ്. ഒമാനി ID കാർഡുകൾ നൽകൽ, പുതുക്കൽ അല്ലെങ്കിൽ മാറ്റിസ്ഥാപിക്കൽ ഫീസ് 10 റിയാലിൽ തുടരും. പുതിയ സാധുതാ കാലയളവുകൾക്കും ഫീസുകൾക്കും പുറമെ നിയമം പാലിക്കുന്നതിന് എല്ലാ റെസിഡൻസ് ID കാർഡ് ഉടമകളും കാലാവധി അവസാനിച്ച് 30 ദിവസത്തിനുള്ളിൽ അവരുടെ രേഖകൾ പുതുക്കണമെന്ന് ഭേദഗതി ചെയ്ത ചട്ടങ്ങൾ നിഷ്കർഷിക്കുന്നുണ്ട്. ഭരണപ്രക്രിയകൾ ലഘൂകരിക്കുന്നതിനും താമസക്കാർക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വഴക്കമുള്ള ഓപ്ഷനുകൾ നൽകുന്നതിനുമാണ് ഈ ഭേദഗതികൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ROP ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. 2025 ജൂൺ വരെ ഒമാനിൽ ഏകദേശം 1.8 ദശലക്ഷം പ്രവാസി തൊഴിലാളികളാണ് ഉള്ളത്. ഇതിൽ സ്വകാര്യ മേഖലയിൽ 1.4 ദശലക്ഷവും സർക്കാർ മേഖലയിൽ 41,000, ഗാർഹിക മേഖലയിൽ 3,49,900 എന്നിങ്ങനെയാണ്. മാത്രമല്ല 6,800 പേർ കുടുംബ മേഖലയിലും ഉൾപ്പെടുന്നുണ്ട്. കൂടുതൽ സൗകര്യപ്രദവും ചെലവ് കുറഞ്ഞതുമായ റെസിഡൻസി മാനേജ്മെന്റ് വാഗ്ദാനം ചെയ്യുന്നതിലൂടെ ഈ മാറ്റങ്ങൾ ഈ വൈവിധ്യപൂർണമായ ജനസംഖ്യയിൽ പോസിറ്റീവായ സ്വാധീനം ചെലുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. സിവിൽ സ്റ്റാറ്റസ് നിയമങ്ങൾ നവീകരിക്കുന്നതിനും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി പൊതുസേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഒമാനി സർക്കാരിന്റെ നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ അപ്ഡേറ്റ് വരുന്നത്. തീർച്ചയായും പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ചും ഒമാനിൽ താമസിക്കുന്ന പ്രവാസികൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്. ഇനി എത്ര ദിവസം മാത്രമാണ് ബാക്കി? വളരെ കുറച്ച് ദിവസം മാത്രമാണ് ബാക്കി. അതുകൊണ്ട് തന്നെ അപ്ഡേഷൻ അതെപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. തീർച്ചയായും നമുക്ക് അടുത്ത ദിവസം മറ്റു വാർത്തകളുമായി കാണാം. അതുവരേക്കും നമസ്കാരം.